ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിൽ ചാറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വൈ വാണ്ട് എ വൈഫ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ജൂഡി ബ്രാഡിയുടെ ഒരു എസ്സേ ആണ്, ഒരു സെറ്റായറിക്കൽ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ളൊരു എസ്സേ ആണ് വൈ വാണ്ട് എ വൈഫ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്തൊക്കെ അതിലും സിലബസിലുണ്ടായിരുന്ന ലിറ്ററേച്ചറിൻ്റെ ഒക്കെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം അന്ന് മുതലേ നമ്മളത് കാണുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത്രയും പ്രസക്തിയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല സിലബസുകളിലൊക്കെ ഇത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജൂഡി ബ്രാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഫേമസ് ആയ ഒരു ഫെമിനിസ്റ്റ് ഓഥറാണ്, ആക്ടിവിസ്റ്റാണ്. അതേപോലെ ജെൻഡർ റോൾസ്, സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചൊക്കെയാണ് അവർ മെയിനായിട്ടും അവർ സംസാരിക്കാറുള്ളത്, അവരുടെ പുസ്തകങ്ങളിലൊക്കെ വരാറുള്ളത്. അതേപോലെ വിമൻസ് മൂവ്മെൻറ്റിലൊക്കെ 1960s കാലഘട്ടങ്ങളിലൊക്കെ ഒരു വലിയൊരു ശബ്ദമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു സെറ്റായറിക്കൽ ആയിട്ടുള്ള എസ്സേ ആണ്, അങ്ങനെ തന്നെ ഓർക്കുക. സെറ്റായറിക്കൽ എസ്സേ ആണ്, സാധാരണ ഒരു എസ്സേ അല്ല, സെറ്റായറിക്കൽ ആയ ഒരു എസ്സേ ആണ് വൈ വാണ്ട് എ വൈഫ് എന്നുള്ളത്. അതായത് ഒരു ആക്ഷേപഹാസ്യം പോലെയാണ് അതിൽ സംസാരിക്കുന്നത്. അതിനകത്ത് പറയുന്നതിൻ്റെ ഒറിജിനൽ മീനിങ് അല്ല നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ദ പോർട്രേസ് ഫാമിലി ലൈഫ് ആസ് വെരി അൺഫെയർ ആൻഡ് അൺഈവൻ റിലേഷൻഷിപ്പ് വേർ എ വുമൺ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ചിൽഡ്രൻ, ഹർ ഹൗസ്, ഹർ വർക്ക്, ഹർ ഹസ്ബൻഡ്, ഓൾ ഓഫ് ഹിസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. അപ്പം വളരെ അൺഫെയർ ആയിട്ടുള്ള സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ച് എല്ലാവരുടെയും കാര്യമില്ല പറഞ്ഞാൽ ചിലരുടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം മേ ബി അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. കാരണം അവർക്ക് കുട്ടികളെ നോക്കുക, വീട് നോക്കുക, ജോലി നോക്കുക, ഹസ്ബൻഡിനെ നോക്കുക, എല്ലാം ഒന്നിച്ച് ആ ഒരൊറ്റ സ്ത്രീ ചെയ്യേണ്ടതായിട്ട് വരേണ്ടുന്ന അവരുടെ ആ ഒരു അൺഫെയർ ആയ ലൈഫിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഡ്രോയിങ് അറ്റൻഷൻ ടു ദ സെൽഫ് സാക്രിഫൈസിങ് റോൾ ദാറ്റ് വിമൻ ആർ എക്സ്പെക്റ്റഡ് ടു ഫുൾഫില്ലിങ്. സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഫുൾഫില്ല് ചെയ്യപ്പെടണം എന്ന് സമൂഹം തീരുമാനിച്ചിട്ടുള്ള കുറേ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഡിവാലുവേഷൻ ഓഫ് വിമൻസ് വർക്ക് ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്ഫിയേഴ്സ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ഒരു പബ്ലിക് സ്ഫിയറിലായാലും പ്രൈവറ്റ് സ്ഫിയറിലാണെങ്കിലും അതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാത്ത ആ ഒരു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എല്ലാത്തിനും കൂടിയുള്ളൊരു മറുപടി പോലെയാണ് അവർ ഈ ഒരു സെറ്റായറിക്കലായിട്ടുള്ള ഒരു എസ്സേ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഓർക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് വൈ വാണ്ട് എ വൈഫ്, എന്തുകൊണ്ട് എനിക്കൊരു വൈഫ് വേണം. അതായത് അവർ പറയണം എനിക്കും ഒരു വൈഫ് വേണം. കാരണം എല്ലാവരുടെയും ഐഡിയയിൽ വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ, കുട്ടികളെ നോക്കാൻ, പ്രസവിക്കാൻ, ഹസ്ബൻഡിൻ്റെ സെക്ഷൽ നീഡ്സൊക്കെ എന്താ പറയുക അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, വീട് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി, അതിനൊക്കെയുള്ള ഒരു വ്യക്തി, ഒരു ഉപകരണമായിട്ടാണ് വൈഫിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു വൈഫ് വേണ്ടേ. നമുക്കാർക്കും കുറേ പണിയെടുക്കാനും വീട് ക്ലീൻ ചെയ്യാനോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഒക്കെ വെറുതെ പണിയെടുക്കാതെ സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു വൈഫ് വേണമെന്ന് തോന്നുമല്ലോ. പണിയെടുക്കാൻ വേറെ ആളുണ്ടെങ്കിൽ സുഖമല്ലേ, പ്രത്യേകിച്ച് പൈസ ചിലവും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു വൈഫായാൽ എന്താ, അല്ലെങ്കിൽ എനിക്കൊരു വൈഫ് വേണം എന്നുള്ള രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അത് സെറ്റായറാവണം. എനിക്കൊരു വൈഫ് വേണം എന്നുള്ള അർത്ഥം അവർ വേറൊരു എന്താ പറയുക സ്ത്രീനെ കല്യാണം കഴിച്ച് വൈഫാക്കാൻ പോകുന്നു എന്നുള്ളതല്ല. എല്ലാവരും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വൈഫാവാലോ, ആ ഒരു രീതിക്കാണ് തന്നെ സെറ്റായറായിട്ട് മാറുന്നത്. അപ്പോൾ അതിലത്തെ ഓരോ ലൈനും ആ ഒരു രീതിക്ക് വേണം അപ്പോൾ നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ഐ ബിലോങ് ടു ദറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ നോൺ ആസ് വൈഫ്സ്. ഞാനും ഈ പറയുന്ന വൈഫ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ആം എ വൈഫ് ആൻഡ് നോട്ട് ഓൾ ടുഗെദർ ഇൻസിഡൻ്റലി ആം എ മദർ. ഇൻസിഡൻ്റലി ഞാനൊരു അമ്മയും കൂടെയാണ്. Not too long ago, a male friend of mine appeared on the scene fresh from a recent divorce. അപ്പോൾ ഒരു സുഹൃത്തിനെ ഞാൻ ഈ അടുത്ത് കാണുന്നുണ്ടായി. ആളിപ്പോൾ അടുത്ത് തന്നെ ഡിവോഴ്സ്ഡ് ആയ ഒരു വ്യക്തിയാണ്. ഹി ഹാഡ് വൺ ചൈൽഡ് ഹൂസ് ഓഫ് കോഴ്സ് വിത്ത് ഹിസ് എക്സ് വൈഫ്. ആൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ തീർച്ചയായിട്ടും ആ കുട്ടി ആരുടെ കൂടെ ആയിരിക്കും, വൈഫിൻ്റെ കൂടെ, എക്സ് വൈഫിൻ്റെ കൂടെയാണ്. കല്യാണം ഡിവോഴ്സ്ഡ് ആയ കുട്ടീനെ അമ്മ നോക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ എക്സ് വൈഫിൻ്റെ കൂടെയാണ്. ഹി ഈസ് ഒബ്വിയസ്ലി ലുക്കിംഗ് ഫോർ അനദർ വൈഫ്. അപ്പോൾ ആളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു വൈഫിനെ വേണ്ടിയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. As I thought about him while I was ironing one evening, it suddenly occurred to me that I too would like to have a wife. Why do I want a wife? അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു വൈഫായിക്കൂടെ, എന്തുകൊണ്ട് എനിക്കൊരു വൈഫായിക്കൂടാ. അതിനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്കൊരു വൈഫിന് ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഗോ ബാക്ക് ടു സ്കൂൾ സോ ദാറ്റ് ഐ ക്യാൻ ബിക്കം എക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്, സപ്പോർട്ട് മൈസെൽഫ് ആൻഡ് ഇഫ് നീഡ് ബി സപ്പോർട്ട് ദോസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ മീ. അപ്പോൾ എനിക്ക് തിരിച്ച് സ്കൂളിലേക്ക് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവാം, സപ്പോർട്ട് ചെയ്യാം, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ടായി നിൽക്കാം, ഒക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ. ഐ വോണ്ട് എ വൈഫ് ഹു വിൽ വർക്ക്സ് ആൻഡ് സെൻഡ് മീ ടു സ്കൂൾ. അപ്പോൾ എനിക്ക് വേണ്ടി ജോലി ചെയ്ത് എന്നെ നല്ല അടിപൊളിയായി സ്കൂളിലേക്കൊക്കെ ജോലി ചെയ്യാൻ പറഞ്ഞു
പറഞ്ഞു വിടാൻ പാകത്തിനുള്ളൊരു വൈഫിനാണ് എനിക്ക് ആവശ്യം. ആൻഡ് വൈൽ ഐ എം ഗോയിങ് ടു സ്കൂൾ ഐ വോണ്ട് എ വൈഫ് ടു ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ. ഞാൻ അങ്ങനെ ജോലിക്ക് പോകുമ്പം എൻ്റെ കുട്ടികളെ നോക്കാൻ പറ്റിയ വൈഫിന് എനിക്ക് വേണം. ഐ വോണ്ട് എ വൈഫ് ടു കീപ് ട്രാക്ക് ഓഫ് ദ ചിൽഡ്രൻസ് ഡോക്ടർ ആൻഡ് ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ്. ഡോക്ടറെ കാണുക, ഡെൻറ്റിസ്റ്റിനെ കാണിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെയും ശ്രദ്ധിക്കുന്നൊരു വൈഫിനെ വേണം. ആൻഡ് ടു കീപ് ട്രാക്ക് ഓഫ് മൈൻഡ് ടു. കുട്ടികളെ മാത്രമല്ല എൻ്റെ നോക്കണം കേട്ടോ. ഐ വോണ്ട് എ വൈഫ് ടു മേക്ക് ഷുവർ മൈ ചിൽഡ്രൻ ഈറ്റ് പ്രോപ്പർലി ആൻഡ് ആർ കെപ്റ്റ് ക്ലീൻ. കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ, കുട്ടികൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഐ വോണ്ട് എ വൈഫ് ഹു വിൽ വാഷ് ദ ചിൽഡ്രൻസ് ക്ലോത്ത്സ് ആൻഡ് കീപ് ദം മെൻറ്റഡ്. കുട്ടികളുടെ തുണികളൊക്കെ കഴുകണം, അവരെ നല്ല രീതിയിൽ കൊണ്ട് നടക്കണം. I want a wife who is a good nurturer and attendant to my children, who arranges for their schooling, makes sure that they have an adequate social life with their peers, takes them to the park, the zoo, etc. അവരെ പുറത്ത് കളിക്കാൻ കൊണ്ടുപോകാനും അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ നല്ല ബന്ധമല്ലെന്ന് അന്വേഷിക്കാനും അവരെ സ്കൂളിലോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഭാര്യനെ എനിക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും ചെയ്യണ്ടല്ലോ. I want a wife who takes care of the children when they are sick. A wife who arranges to be around when the children need special care because of course I cannot miss classes at school. അപ്പോൾ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നോക്കണം, അവർക്ക് സ്പെഷ്യൽ കെയർ വേണമെങ്കിൽ അവരെ കൂടെ ഇരുന്ന് നോക്കണം. കാരണം എനിക്കതിനൊന്നും പറ്റില്ല, കാരണം എനിക്ക് ജോലിക്ക് പോകണമല്ലോ. ഇത് കാണിക്കുന്നത് എന്താണ്, ആ ഒരു ഇത്തരത്തിൽ സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് കരുതുന്ന പുരുഷവർഗ്ഗത്തിൽ, എല്ലാവരും എല്ലാവരും പറയണം, എന്ന് കരുതുന്ന പുരുഷവർഗ്ഗത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. കാരണം എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് കുട്ടിക്ക് വയ്യ നീ നോക്കണം, കുട്ടിക്ക് സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം നീ പോകണം, ആ ആറ്റിറ്റ്യൂഡുള്ള പുരുഷന്മാരെ കുറിച്ചാണ് കേട്ടോ പറയണം. മൈ വൈഫ് മസ്റ്റ് അറേഞ്ച് ടു ലോസ് ടൈം അറ്റ് വർക്ക് ആൻഡ് നോട്ട് ലോസ് എ ജോബ്. ജോലി വേണ്ടെന്ന് വയ്ക്കൊന്നും വേണ്ട, പക്ഷെ അവൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇറ്റ് മേ മീൻ എ സ്മോൾ കട്ട് ഇൻ മൈ വൈഫ്സ് ഇൻകം ഫ്രം ടൈം ടു ടൈം, ബട്ട് ഐ ഗസ് ഐ ക്യാൻ ടോളറേറ്റ് ദാറ്റ്. ചെറിയ ഇൻകമൊക്കെ ചിലപ്പോൾ അവളെ കുറയും ചിലപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കൊണ്ട്, പക്ഷേ മൊത്തത്തിൽ കുറയാൻ പാടില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തോളാം. Needless to say, my wife will arrange and pay for the care of the children while my wife is working. ആൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കട്ടെ. അപ്പോൾ പൈസയുടെ കാര്യത്തിലും അവൾ തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരും. I want a wife who will take care of my physical needs. മൈ എന്നുള്ളത് ഒന്ന് എന്താ പറയുക, ഇറ്റാലിസൈസ് ചെയ്ത് ഉറപ്പിച്ച് പറയണം. അതായത് എൻ്റെ ഫിസിക്കൽ നീഡ്സ്, അവളുടെ ഫിസിക്കൽ നീഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്നതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ്. എൻ്റെ ഫിസിക്കൽ നീഡ്സൊക്കെയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം. ഐ വോണ്ട് എ വൈഫ് ഹു വിൽ കീപ് മൈ ഹൗസ് ക്ലീൻ. എൻ്റെ വീട് ക്ലീൻ ആക്കി വെക്കണം. എ വൈഫ് ഹു വിൽ പിക്ക് അപ്പ് ആഫ്റ്റർ മീ. ഐ വോണ്ട് എ വൈഫ് ഹു വിൽ കീപ് മൈ ക്ലോത്ത്സ് ക്ലീൻ, അയൺ, മെൻഡഡ്, റീപ്ലേസ്ഡ് വെൻ നീഡ് ബി, ആൻഡ് ഹു വിൽ സീ ടു it that my personal things are kept in their proper place so that I can find what I need the minute I need it. അപ്പോൾ അവളെൻ്റെ വൈഫ് എൻ്റെ ഡ്രസ്സുകൾ ക്ലീൻ ചെയ്യണം, അയൺ ചെയ്യണം, മടക്കി നല്ല വൃത്തിയാക്കി വെക്കണം, റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് റീപ്ലേസ് ചെയ്യണം. അതേപോലെ അങ്ങനെ കറക്റ്റാക്കി വെച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ പോലും വൈഫ് വേണം കറക്റ്റാക്കിയിട്ട് വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആവശ്യം വരുമ്പോൾ ഒറ്റ മിനിറ്റിൽ തന്നെ സാധനം കയ്യിൽ കിട്ടുമല്ലോ. ഞാനതൊന്നും ചെയ്യില്ല, പക്ഷെ അവൾ അതൊക്കെ ചെയ്യണം. ഐ വാണ്ട് എ വൈഫ് ഹു കുക്സ് ദ മീൽസ്, എ വൈഫ് ഹു ഇസ് എ ഗുഡ് കുക്ക്. അപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു വൈഫാവണം. അവൾ നല്ല കുക്കായിരിക്കണം, ഗുഡ് കുക്ക് എന്ന് പറയുന്നത് നല്ല കുക്കായിരിക്കണം കേട്ടോ. I want a wife who will plan the menus, do the necessary grocery shopping, prepare the meals, serve them pleasantly, and then do the cleaning up while I do my studying. വേറെ ഒന്നും ഞാൻ പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ, എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യുള്ളൂ, എൻ്റെ ജോലിയെ ചെയ്യുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, അവൾ മെനു ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം, ഗ്രോസറികൾ ഷോപ്പ് ചെയ്യണം, അവിടെ എല്ലാം ഫുഡ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് സെർവ് ചെയ്യണം, നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യണം. ഇതൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ. I want a wife who will care for me when I am sick and sympathize with my pain and loss of time from school. സിക്കായാലും എൻ്റെ കൂടെ ഇരിക്കണം. ഐ വാണ്ട് എ വൈഫ് ടു ഗോ അലോങ് വെൻ അവർ ഫാമിലി ടേക്സ് എ വെക്കേഷൻ സോ ദാറ്റ് സമ്മൺ ക്യാൻ കണ്ടിന്യൂ ടു കെയർ ഫോർ മീ ആൻഡ് മൈ ചിൽഡ്രൻ വെൻ ഐ നീഡ് എ റെസ്റ്റ് ആൻഡ് ചേഞ്ച് ഓഫ് സീൻ. അപ്പോൾ ഇത്തരത്തിൽ ഫാമിലി എന്താ പറയുക, ട്രിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വെക്കേഷൻ ടൂറൊക്കെ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് നോക്കി കുട്ടികളെ നോക്കുക, എൻ്റെ കാര്യങ്ങൾ നോക്കുക, അതിനൊക്കെയും അവൾ ഉണ്ടായിരിക്കുക. അല്ലാണ്ട് അവൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ കേട്ടോ, എന്നെ എൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടി പോവുകയാണ്. I want a wife who will not bother me with rambling complaints about a wife's duties. എനിക്ക് അത്ര പണിയുണ്ട്, എനിക്ക് ഇത്ര പണിയുണ്ടെന്നുകൊണ്ട് അവളുടെ സങ്കടങ്ങളോ അവരുടെ ഡ്യൂട്ടികളെ കുറിച്ചുള്ള പരാതികളോ ഒന്നും എൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് പാടില്ല. അവളതൊക്കെ മിണ്ടാണ്ട് ചെയ്തോളണം. But I want a wife who will listen to me when I feel the need to explain a rather difficult point I have come across in my course of studies. അപ്പോൾ ഞാൻ എൻ്റെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും എന്തെങ്കിലും തരത്തിലുള്ള എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കണം, എനിക്ക് നല്ല സപ്പോർട്ടായിട്ട്, എൻ്റെ സപ്പോർട്ടായി നിൽക്കല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കണം. തൊട്ട് മുന്നത്തെ ലൈനിൽ എന്താ പറഞ്ഞാൽ, അവളുടെ കംപ്ലയിൻറ്റ്സ് എന്നോട് പറയരുതെന്നാണ് കേട്ടോ. ആൻഡ് ഐ വാണ്ട് എ വൈഫ് ഹു വിൽ ടൈപ്പ് മൈ പേപ്പേഴ്സ് ഫോർ മീ വെൻ ഐ ഹാവ് റിട്ടേൺ ദം. ഞാൻ എഴുതിയ പേപ്പേഴ്സൊക്കെ അവൾ എനിക്ക് ടൈപ്പും ചെയ്ത് തരണം. അപ്പോൾ ജോലി അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലും എന്ത് ചെയ്യണം,
അവൾ സപ്പോർട്ട് ചെയ്യണം. ഐ വോണ്ട് എ വൈഫ് ഹു വിൽ ടേക്ക് കെയർ ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് മൈ സോഷ്യൽ ലൈഫ്. എൻ്റെ സോഷ്യൽ ലൈഫിലെ ഡീറ്റെയിൽസും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. വെൻ മൈ വൈഫ് ആൻഡ് ഐ ആർ ഇൻവൈറ്റഡ് ഔട്ട് ബൈ മൈ ഫ്രണ്ട്സ് ഐ വോണ്ട് എ വൈഫ് ഹു വിൽ ടേക്ക് കെയർ ഓഫ് ദ ബേബി സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളാണ് കുട്ടിയുടെ കാര്യം ഫുൾ നോക്കേണ്ടത്. വീട്ടിലാണെങ്കിൽ അവൾ തന്നെ ആയിട്ട് നോക്കേണ്ടത്, വേറെ കാര്യം. അപ്പോൾ ബേബി സിറ്റിംഗ് ആയിട്ട് എല്ലാ കുട്ടികളുടെ കാര്യം നോക്കി അവിടെ ഇരുന്നോളൂ. അല്ലാണ്ട് ഫംഗ്ഷന് കാര്യങ്ങളിലോ ഒന്നിലും കയറിയിട്ട് എൻജോയ് ചെയ്യാനോ അടിപൊളിയാക്കാനോ ഒന്നിനും നിൽക്കണ്ട. കുട്ടിയെ നോക്കി അവിടെ ഇരുന്നോളാം. When I meet people at school that I like and want to entertain, I want a wife who will have the house clean, will prepare a special meal, serve it to me and my friends, and not interrupt when I talk about things that interest me and my friends. ഫ്രണ്ട്സൊക്കെ വീട്ടിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യണം. ഞങ്ങൾ സംസാരിക്കുന്നതിൽ കയറി സംസാരിക്കാനൊന്നും പാടില്ല. I want a wife who will have arranged that the children are fed and ready for bed before my guests arrive, so that the children do not bother us. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ നേരത്തെ ഫുഡൊക്കെ കഴിപ്പിച്ച് കിടത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ. അതൊക്കെ അവൾ നോക്കണം. And I want a wife who knows that sometimes I need a night out by myself. ചിലപ്പോൾ എനിക്ക് രാത്രി പുറത്തൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്യണം. I want a wife who is sensitive to my sexual needs, a wife who makes love passionately and eagerly when I feel like it, a wife who makes sure that I am satisfied. എൻ്റെ സെക്ഷൽ നീഡ്സ് ഒക്കെ അവൾ നല്ല രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെ അവൾ അതെനിക്ക് തിരിച്ച് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അവൾ ചെയ്തു തരണം. ആൻഡ് ഓഫ് കോഴ്സ് ഐ വോണ്ട് എ വൈഫ് ഹു വിൽ നോട്ട് ഡിമാൻഡ് സെക്ഷൽ attention when I am not in the mood for it. അതേസമയം തന്നെ പക്ഷെ അവൾക്ക് ആ ഒരു സെക്ഷൽ അറ്റൻഷൻ കിട്ടേണ്ട ആ ഒരു ഇതിലായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ മൂഡിലാണെന്നുണ്ടെങ്കിൽ എന്നെ അതിന് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് ഞാൻ അവളെ നിർബന്ധിക്കും. എനിക്ക് അവളത് സാറ്റിസ്ഫൈഡ് ആക്കി തരണം. I want a wife who assumes the complete responsibility for birth control because I do not want more children. അപ്പോൾ അവളാണ് ഫുൾ ബർത്ത് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്യേണ്ടത്. അതാണ് അവൾ ശ്രദ്ധിക്കണം. എൻ്റെ ശ്രദ്ധയല്ല, അവളാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്കധികം പിള്ളേരെന്ന് വേണ്ട. I want a wife who will remain sexually faithful to me so that I do not have a clutter up my intellectual life with jealousies. സെക്ഷലി എൻ്റെ അടുത്ത് വളരെ സിൻസിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. വേറെ ആരുമായിട്ട് റിലേഷൻ ഒന്നും പാടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനൊന്നും അത് ബാധിക്കില്ല. എനിക്ക് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകാം. എനിക്ക് അങ്ങനത്തെ ജലസിയും കാര്യങ്ങളൊന്നും വരില്ല. ആൻഡ് ഐ വോണ്ട് എ വൈഫ് ഹു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് മൈ സെക്ഷൽ നീഡ്സ് ആ മൈ എന്നുള്ള പറയുന്നതൊക്കെ അവിടെ ഇറ്റാലിസൈസ് ചെയ്തിട്ടായിരിക്കണം. അതൊന്നും ഒന്നും കൂടെ എന്താ പറയുക പ്രഷറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഒന്നും കൂടെ എടുത്തിട്ടാണ് പറയുന്നത്. സെക്ഷൽ നീഡ്സ് മേ എൻറ്റൈൽ മോർ ദാൻ സ്ട്രിക്റ്റ് അഥറൻസ് ടു മോണോഗമി. പക്ഷെ അവൾ എന്ത് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്, എനിക്ക് അവൾക്ക് വേറൊരായിട്ട് റിലേഷൻ പാടില്ല. പക്ഷേ എനിക്ക് ചിലപ്പോൾ എൻ്റെ ആ ഒരു സെക്ഷൽ നീഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മോണോഗമി ആയിട്ട്, അതായത് ആ ഒരു മോണോഗമി എന്ന് പറഞ്ഞാൽ ഒറ്റ ഭാര്യ ആ ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഒറ്റ പാർട്ട്ണറിൽ മേ ബി ഞാൻ നിന്നോളാം. എനിക്ക് ചിലപ്പോൾ ഒന്നിലധികം റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും. അതിലൊന്നും അവൾ ബോദർ ചെയ്യാനായിട്ട് പാടില്ല. അവളത് മനസ്സിലാക്കണം. ഓക്കെ, എൻ്റെ കാര്യം മനസ്സിലാക്കും. പക്ഷെ അവൾക്ക് പറ്റില്ല കേട്ടോ. ഐ മസ്റ്റ് ആഫ്റ്റർ ഓൾ ബി ഏബിൾ ടു റിലേറ്റ് ടു പീപ്പിൾ ആസ് ഫുള്ളി ആസ് പോസിബിൾ. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എനിക്കുള്ള മറ്റുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻസ് ഒന്നും അവൾ കയറി ഇടപെടാൻ പാടില്ല. ഇഫ് ബൈ ചാൻസ് ഐ ഫൈൻഡ് അനദർ പേഴ്സൺ മോർ സ്യൂട്ടബിൾ, അതാണ് കൂടുതൽ രസമുള്ള കാര്യം കേട്ടോ, മോർ സ്യൂട്ടബിൾ ആസ് എ വൈഫ് ദാൻ ദ വൈഫ് ഐ ഓൾറെഡി ഹാവ്, ഐ വോണ്ട് ദ ലിബർട്ടി ടു റീപ്ലേസ് മൈ പ്രസൻറ്റ് വൈഫ് വിത്ത് അനദർ വൈഫ്. ബൈ ചാൻസ് എനിക്ക് ഇപ്പോഴത്തെ ഭാര്യയൊക്കെ കുറച്ചും കൂടെ നല്ലൊരു ഭാര്യ വേറെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കതിനെ റീപ്ലേസ് ചെയ്യാൻ, എന്തൊരു വസ്തുവാണല്ലോ നമുക്ക് മാറ്റി വാങ്ങിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ, അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അതിനവളെ സമ്മതിക്കണം എന്ന് ഞാൻ റീപ്ലേസ് ചെയ്യും. അവളെ പറ്റിയില്ല, അവളെക്കാൾ നല്ലൊരു ഭാര്യയെ കിട്ടിയാൽ ആ ഭാര്യയുടെ കൂടെ പോകും, ഈ ഭാര്യ ഞാൻ ഒഴിവാക്കും. നാച്ചുറലി ഐ വിൽ എക്സ്പെക്ട് എ ഫ്രഷ് ന്യൂ വൈഫ്. മൈ വൈഫ് വിൽ ടേക്ക് ദ ചിൽഡ്രൻ ആൻഡ് ബി സോൾലി റെസ്പോൺസിബിൾ ഫോർ ദം സോ ദാറ്റ് ഐ ആം ലെഫ്റ്റ് ഫ്രീ. അപ്പോൾ എനിക്കെപ്പോഴും ഇടയ്ക്കൊന്ന് ഫ്രഷ് ആയിട്ട് പുതിയൊരു ലൈഫ് വേണം, പുതിയൊരു വൈഫ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാനത് ചൂസ് ചെയ്യും. ആ സമയത്ത് കുട്ടികളെയൊക്കെ അവളെ ഏറ്റെടുത്തോളണം. എനിക്ക് അപ്പോൾ ഫ്രീ ആയിട്ട് പോകാമല്ലോ, കാരണം ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഭാര്യയ്ക്ക് മാത്രമാണല്ലോ. വെൻ ഐ ആം ത്രൂ വിത്ത് സ്കൂൾ ആൻഡ് ഹാവ് എ ജോബ് ഐ വോണ്ട് മൈ വൈഫ് ടു ക്വിറ്റ് വർക്കിംഗ് ആൻഡ് റിമെയിൻ അറ്റ് ഹോം സോ ദാറ്റ് മൈ വൈഫ് ക്യാൻ മോർ ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ഓഫ് എ വൈഫ്സ് ഡ്യൂട്ടീസ്. എനിക്കങ്ങനെ എന്താ പറയുക സ്കൂൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആകുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യ എന്ത് ചെയ്യണം, അവളുടെ ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് കുട്ടികളതിനൊക്കെ നോക്കണം. കാരണം എനിക്ക് എൻ്റെ ജോലി വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. മൈ ഗോഡ്, ഹൂ വുഡിന്റ് വാണ്ട് എ വൈഫ്. അപ്പോൾ എൻ്റെ ഈശ്വര, ആർക്കാണ് ഒരു ഭാര്യ അങ്ങനത്തെ ഒരു വൈഫ് വേണ്ടാത്തത്? ഇങ്ങനെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഒരു അടിമയെ പോലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ എല്ലാവർക്കും അതൊരു ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ രീതി ടോൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.